തോമസ് കെ വി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ IB-യുടെ പ്രതിനിധിയാണ്. ശ്രീ തോമസ് കെ വി വളരെ പ്രധാനപ്പെട്ട പദവികളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിലിരുന്ന ആളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് സാധാരണ ഞങ്ങളെപ്പോലുള്ള സാധാരണ പൗരന്മാരെക്കാൾ കൂടുതലായി ഇൻപുട്സ് സ്വാഭാവികമായും ലഭിക്കുന്നതിനെ കുറിച്ച് താങ്കൾക്കറിയാം. പല വിവരങ്ങളും പൊതുവിൽ പറയാൻ കഴിയുന്നുമല്ല. ഈ നമ്മുടെ രഹസ്യാന്വേഷണ IB ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ നൽകിയ ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഈ ഓപ്പറേഷൻ തന്നെ പ്ലാൻ ചെയ്തതും ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് പബ്ലിക്കിനോട് വിശദീകരിക്കാൻ അങ്ങേക്ക് കഴിയുക? ആദ്യമായിട്ട് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലം വിലയിരുത്തുമ്പോൾ വളരെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലും ലൈൻ ഓഫ് കൺട്രോളിൻ്റെ സമീപ പ്രദേശങ്ങളുമായിട്ടുള്ള ടെറർ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ ടെറർ ക്യാമ്പുകൾ നശിപ്പിക്കുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാമാന്യ ജനതയ്ക്ക് അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഭാഗികമായിട്ട് ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. പാകിസ്ഥാൻ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നുള്ളത് ലോകത്തിന് മുഴുവനും അറിയാം. ആ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു രാജ്യം നമ്മുടെ ഇന്ത്യയാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലും ലൈൻ ഓഫ് കൺട്രോളിൻ്റെ സമീപ പ്രദേശങ്ങളിലുമായി പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി വളരെ ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഏകദേശം 40-50-ൽ പരം ടെറർ ക്യാമ്പുകളെ പറ്റിയുള്ള വിവരം കാലാകാലങ്ങളിൽ വിവിധങ്ങളായ രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിക്കുകയും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫസ്റ്റ് ഫേസിൽ 9 ക്യാമ്പുകളിലെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചത്. ഈ വിവരങ്ങൾ ഒരുപക്ഷെ വളരെ തന്ത്രപ്രധാനമായ ഈ വിവരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ സൈനിക വിഭാഗങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പറഞ്ഞോളൂ തുടർന്നോളൂ. 1971 കാലഘട്ടത്തിൽ തൊട്ട് അല്ലെങ്കിൽ 1947 ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ വന്ന ഒരു കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഒരുപക്ഷെ പാകിസ്ഥാനിൽ കാലാകാലത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റുകൾ ശ്രമിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് അറിയാവുന്ന ഒരു സത്യമാണ്. 1980-90 കാലഘട്ടത്തിൽ ഇന്ത്യയെ ഛിന്നഭിന്നമാക്കുവാൻ വേണ്ടി സിയാ ഉൽ ഹക്ക് ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷൻ തുപ്പാക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഓപ്പറേഷൻ തുപ്പാക്കിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ, ഇന്ത്യയെ വിവിധ കഷ്ണങ്ങളായി വിച്ഛേദിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തികവും അതുപോലെയുള്ള എല്ലാ രംഗങ്ങളിലും നമുക്ക് ഒരു തിരിച്ചടി നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ കാലഘട്ടത്തിൽ സിയാ ഉൽ ഹക്ക് ആസൂത്രണം ചെയ്ത ആ പരിപാടി. അതിൻ്റെ ഭാഗമായിട്ടാണ് K2 പ്ലാൻ ആസൂത്രണം ചെയ്തത്. ഖാലിസ്ഥാനിലും കാശ്മീരിലും അവിടുത്തെ വിധ്വംസക ശക്തികൾക്ക് സഹായം നൽകിക്കൊണ്ട് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുക, ഇന്ത്യയെ ഛിന്നഭിന്നമാക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് K2 പ്ലാൻ നടപ്പിലാക്കിയത്. ഈ K2 പ്ലാൻ നടപ്പിലാക്കിയതിൻ്റെ സമയത്ത് ഖാലിസ്ഥാനിൽ എന്ത് സംഭവിച്ചു? ഒരുപക്ഷെ ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരങ്ങളായ അക്രമങ്ങളുണ്ടായി. ഫിദായിൻ അറ്റാക്കുകൾ, നമ്മുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടന്ന ഒരു സാഹചര്യത്തിൽ അത് വിജയത്തിൻ്റെ സമാപ്തിയിൽ എത്തിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം 1971 ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ ഒരു പശ്ചാത്തലത്തിൽ അതിന് പ്രതികാരം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആണ് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്ട്സ് അഥവാ യഥാർത്ഥ ഏറ്റുമുട്ടലുകൾക്ക് പകരം നുഴഞ്ഞുകയറ്റക്കാരുടെ സഹായത്തോടു കൂടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അക്രമം അഴിച്ചുവിടുക എന്നുള്ളതാണ്. 1993 നമുക്കറിയാം ബോംബെ അറ്റാക്ക് എങ്കിലും സംഭവിച്ചു. അതിനുശേഷം 26/11 2008 നമ്മുടെ ബോംബെ അക്രമത്തിൻ്റെ ഫലമായി ഏകദേശം 166ഓളം ഇന്ത്യക്കാർ ആ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് കൊല്ലപ്പെട്ടു എന്ന് നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ നിരന്തരമായി അതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഒരു ചരിത്രം ഉള്ളത്. ഇന്ത്യക്ക് നേരെയുള്ള ചരിത്രം അതാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ അറിയാം, നമ്മൾ നൽകിയ ഒരു
ഒരു സിവിലിയൻസിനെ പോലും ലക്ഷ്യമിടാതെ നമ്മൾ നടത്തിയ ഒരു തിരിച്ചടിയുണ്ട്. അവിടുത്തെ ഭീകരാക്രമണങ്ങൾ കേന്ദ്രീകരിച്ച് തിരിച്ചടി. പക്ഷേ തിരിച്ചെന്താണ് നമുക്ക് എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മുടെ സിവിലിയൻ ഒരുപാടുള്ള മേഖലകൾ, നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ചണ്ഡീഗഡ് ആയാലും ജമ്മു ആയാലും അങ്ങനെ അതിർത്തി പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് വലിയ തോതിൽ സിവിലിയൻസ് നേരെയുള്ള ഒരു അക്രമമായി അത് മാറുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ചെറുത്തു. അതോ ഒരു തിരിച്ചടിയായി പാകിസ്ഥാന് മാറുകയാണ്. പാകിസ്ഥാന്റെ മുന്നിലേക്ക് അവിടെ നിന്ന് അകത്തുനിന്ന് തന്നെ പല ചോദ്യങ്ങളും ഉയരുമ്പോൾ ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഏത് തരത്തിലൊരു നീക്കം നമ്മൾ പ്രതീക്ഷിക്കണം, അതിന് തക്ക ഒരു ശേഷിയുണ്ടോ, ഒരു ലാർജ് സ്കെയിലിലേക്ക് പോകാൻ എന്തായാലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ശൈലി അനുസരിച്ചാണെങ്കിൽ എന്താണ് നമ്മൾ ഇനി മുന്നറിയിപ്പായി കാണേണ്ടത്, മുന്നിൽ കാണേണ്ടത്, സൈനിക തലത്തിലുള്ള നീക്കം കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടത്? വളരെ വിശദമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് താങ്കൾ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആഭ്യന്തര കലാപങ്ങളിൽ കൂടി പാകിസ്ഥാൻ ഭരണകൂടം ഇന്നൊരു വളരെയേറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ അനിവാര്യമാണ് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഫൽഗാമിലുള്ള 26 പേരും നമ്മുടെ ടൂറിസ്റ്റുകളെ അവിടെ കൊലപ്പെടുത്തിയത്. അതിന് പാകിസ്ഥാനിലെ ISI അവിടുത്തെ ഭരണത്തെയും സൈനിക മേധാവികളുടെയും സമ്മതമുണ്ട് എന്നുള്ള വിവരം ഇന്ന് ലോകം അറിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആഭ്യന്തരപരമായും സാമ്പത്തികപരമായും വളരെയേറെ പ്രശ്നങ്ങളെങ്കിൽ സമ്മർദ്ദങ്ങൾ നേരിടുന്ന പാക് ഭരണകൂടം ഏതുവിധേനയും അവരുടെ അന്തസ്സല്ലെങ്കിൽ അവരുടെ ജനവിഭാഗങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എല്ലാ സന്നാഹങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ആ സന്നാഹങ്ങളൊന്നും ഒരു വിജയ പരിസമാപ്തിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും പല ഭാഗങ്ങളിൽ വളരെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ അക്രമങ്ങൾ നടത്തുവാൻ വേണ്ടി അവർ ഡ്രോണുകളും അതുപോലെയുള്ള മിസൈലുകളും ഉപയോഗിച്ചു. എന്തെങ്കിലും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ മാർഗങ്ങൾ വളരെ തന്ത്രപൂർവ്വം വളരെ വിജയപരമായിട്ടുള്ള ആശ്രമങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ശരിയാണ്. നമ്മുടെ കരുത്തിന് മുൻപിൽ പാകിസ്ഥാന്റെ ആർമിയെ തുലനം ചെയ്യാൻ കഴിയുന്നതല്ല. നമുക്ക് വലിയ മേധാവിത്വമുണ്ട്. അതേസമയം സംഘർഷഭരിതമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്രമണമാണ്. പരിമിതമായി കൃത്യമായ പോയിന്റുകളിലേക്ക്, ടാർഗറ്റുകളിലേക്ക് മാത്രമാണ് നമ്മൾ ആക്രമണം നടത്തിയത് എന്ന് ആദ്യ പ്രതികരണത്തിൽ തന്നെ ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇന്ത്യ വ്യക്തമാക്കിയതും. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കേരള കണക്ഷൻ കൂടി അതിനുണ്ടല്ലോ. ഇപ്പോൾ സജാദ് ഗുൾ എന്ന ഭീകരൻ, ഇതിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ കേരളത്തിൽ പഠിച്ചിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അത് 2000 സമയത്താണ്, 2002 2003 ആ സമയത്താണ് ഇയാൾ ഒരു RDX കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപാണ് കേരളത്തിൽ പഠിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. താങ്കൾ വളരെ പ്രധാനപ്പെട്ട പദവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പദവി വരെ IB-യിൽ ചുമതല വഹിച്ച ആളാണല്ലോ. കേരളത്തിന്റെ ആ കാലത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു? അത്തരം ഹൈഡബട്ടുകൾ ഈ 2000 മുതൽ തന്നെ ഇവിടെ സജീവമായിരുന്നു. ആ ഹൈഡബട്ടുകളെയും സഹായിക്കുന്ന ആളുകളെയും അത്തരം സ്ഥാപനങ്ങളെയും ഒക്കെ അന്നേ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും റഡാറിൽ തന്നെയാണോ താങ്കളുടെ ഒരു സർവീസ് പരിചയം വെച്ച്? കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് താങ്കൾ പരാമർശിച്ചിരിക്കുന്നത്. യുദ്ധകാലത്ത് നുഴഞ്ഞുകയറ്റക്കാർ സ്ലീപ്പിംഗ് സെല്ലുകളെ സജീവമാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എയർഫീൽഡുകൾ അല്ലെങ്കിൽ ഇതുകൊണ്ട് പാലങ്ങൾ നശിപ്പിക്കുക എന്നുള്ള ആസൂത്രണം പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഫലമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ 100% കൂറ് പുലർത്താത്ത വിവിധങ്ങളായ സംഘടനകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശ്രമമാണ് കാലാകാലങ്ങളിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾക്ക് ഒരു കാലത്ത് അതിൻ്റേതായിട്ടുള്ള ഘടകങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സെൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ് വാഗമണ്ണിലുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ്. അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ അറസ്റ്റ് ജയിലിലടയ്ക്കുകയും ചെയ്തു. കാശ്മീരുമായിട്ടുള്ള പല ബന്ധങ്ങളും ഉണ്ടാകാം. 2007 കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ നിന്നും ഒരു പറ്റം ചെറുപ്പക്കാർ കാശ്മീരിലെ ഗുലാബിൻ്റെ ബോർഡർ ഏരിയയിലേക്ക് പോവുകയും അതിനുശേഷം ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് പാക് ഒക്കുപ്പയുടെ പ്രദേശത്ത് ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകുന്ന വളരെ പ്രമാദമായിട്ടുള്ള കാശ്മീരി ജിഹാദി കേസിൻ്റെ ചരിത്രം നമുക്കറിയാം. അതുപോലെ അവിടെ നിന്ന് വരുന്ന വിവിധങ്ങളായിട്ടുള്ള ഹിബ്സുൽ മുജാഹിദീൻ, ലഷ്കർ-ഇ-ത്വയ്ബ മുതലായിട്ടുള്ള
വിവിധങ്ങളായ വിധ്വംസക അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ വ്യക്തികൾ പല പ്രാവശ്യവും കേരളത്തിൽ വരികയും കേരളത്തിലെ പല പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു പശ്ചാത്തലം കൂടി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിരന്തരമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്നൊരു യുദ്ധ സ്ഥിതി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സംഘടനകളിലേക്ക് പ്രസ്ഥാനങ്ങളെ നിരീക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് തീർച്ചയായും ഒരു കാര്യം കൂടി സാർ അതിനോട് ആഡ് ചെയ്ത് സാർ ചോദിച്ചോളട്ടെ. അതായത് പറഞ്ഞുവല്ലോ, കാരണം ആ സമയത്തും അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് മുൻപൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് നൽകിയ ഭീകരർക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രാദേശിക സഹായങ്ങൾ ഇപ്പോഴിന്ന് സാംബയിൽ നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട്. അവിടെ 7 ഭീകരരെ വധിക്കാൻ ഇന്ത്യൻ ബോർഡർ BSFന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ ഇന്ത്യയിലെ ഇലമെന്റ് റീചാർജ് ചെയ്യാനുള്ള, അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ, അവിടുത്തെ ടെററിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? അവിടെ നുഴഞ്ഞുകയറ്റമൊക്കെ തന്നെ അത് ഏത് നിലയിലായിരിക്കും? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എല്ലാ ശ്രമങ്ങളും മറ്റു രീതിയിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അതിർത്തിയിൽ ഈ മറ്റ് ടെററിസ്റ്റ് ശേഷിക്കുന്ന ഗ്രൂപ്പുകളെ വെച്ചൊക്കെയുള്ള നീക്കങ്ങൾ അത് ഇന്ത്യൻ സൈന്യം മുന്നിൽ കാണേണ്ടതുണ്ടോ ഗൗരവത്തോടെ? ഈ പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇന്ന് ഒരു വളരെ 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 പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFൻ്റെയും അതുപോലെ തന്നെ CISFൻ്റെയും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും അതുപോലെ അതിർത്തികൾ സംരക്ഷിക്കുന്ന വിവിധങ്ങളായ സേനാ വിഭാഗങ്ങൾ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ അധികാരികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഏറ്റവും വലിയ ശ്രമം നടക്കാനുള്ള ഒരു ഭാഗമാണ് സ്ലീപ്പിംഗ് സെല്ലുകളെ സജീവമാക്കിക്കൊണ്ട്, അഥവാ വ്യോമാതിർത്തികൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ അവരുടെ ശ്രമങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ സ്ലീപ്പിംഗ് സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിധ്വംസക അല്ലെങ്കിൽ അട്ടിമറി പ്രസ്ഥാനങ്ങൾ നടത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ നീങ്ങിക്കൂടാകുകയില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സാമ്പായിൽ ഇരുന്നിട്ട് ഈ കഴിഞ്ഞ ദിവസത്തിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നുഴഞ്ഞുകയറ്റക്കാരെ ഇത് ചെയ്യുന്നു. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്നത് ഗുജറാത്തിൻ്റെ ഭുജ് അല്ലെങ്കിൽ കച്ചേരിയിൽ പാകിസ്ഥാനുമായി കിടക്കുന്നതാണ്. പഞ്ചാബിൻ്റെ അതിർത്തി അതുപോലെ കിടക്കുന്നതാണ്. രാജസ്ഥാൻ്റെ അതിർത്തി അതുപോലെയുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ ഭാഗങ്ങളിലേക്ക് ഈ പറയുന്ന രാജസ്ഥാനിലെ ആണെങ്കിലും അല്ലെങ്കിൽ പഞ്ചാബിലെ ആണെങ്കിലും ഗുജറാത്തിലെ ആണെങ്കിലും ജനവിഭാഗങ്ങൾ എതിർഭാഗത്തുള്ള പാകിസ്ഥാനിലെ ജനവിഭാഗങ്ങളുമായിട്ട് സാംസ്കാരികവും ഭാഷാപരവുമായിട്ട് വളരെയേറെ സാമീപ്യമുള്ളവരാണ്. അപ്പോൾ അതുപോലെയുള്ള ഭാഷാപരവും അല്ലെങ്കിൽ സാംസ്കാരികപരവുമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ആ പ്രദേശത്തുള്ള അതിർത്തി പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് അവരുടെ ഇതിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തിയായി രൂപപ്പെടുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും. വീണ്ടും നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അങ്ങ് നിരീക്ഷിക്കുന്ന അങ്ങയുടെ ഇത്രയും കാലത്തെ സർവീസ് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ വിവരങ്ങൾ. തുടരുക.